ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ഇത്തവണത്തെ IPL ഒരു മികച്ച തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ RCBക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ആകെ 4 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 3 മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ RCBക്ക് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം ക്രിക്കറ്റസി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. RCB നിലവിൽ 4 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. അതിൽ 3 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് 6 പോയിന്റാണ് RCB സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 10 മത്സരങ്ങളാണ് RCBക്ക് അവശേഷിക്കുന്നത്. പ്ലസ് 1.015 ആണ് RCBയുടെ ഒരു നെറ്റ് റൺ റേറ്റ് ആയിക്കൊണ്ട് വരുന്നത്. സാധാരണഗതിയിൽ 16 പോയിന്റുകൾ നേടുന്ന ടീമുകൾക്ക് പ്ലേ ഓഫിന് യോഗ്യത നേടാൻ സാധിക്കാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ RCBക്ക് ഇനി 10 പോയിന്റുകൾ എങ്കിലും ആവശ്യമാണ്. അതായത് അവശേഷിക്കുന്ന 10 മത്സരങ്ങളിൽ നിന്ന് 5 അതിലധികമോ മത്സരങ്ങൾ നിർബന്ധമായും RCB വിജയിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഡൽഹി, പഞ്ചാബ് തുടങ്ങിയ കരുത്തരായ ടീമുകളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ടോപ്പ് 2-വിൽ ഫിനിഷ് ചെയ്യാൻ RCBയെ സഹായിച്ചേക്കും. ഇന്നത്തെ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അത് RCBക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഡൽഹിയും RCBയും തമ്മിലാണ് ഏറ്റുമുട്ടുക. DC കളിച്ച 3 മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് ആധികാരികമായി കൊണ്ടാണ് ഇപ്പോൾ കടന്നു വരുന്നത്. RCBയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ആദ്യ മത്സരത്തിൽ കൊൽക്കത്തയെ അവർ എവേ മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തി. പിന്നീട് CSKക്കെതിരെ എവേ മൈതാനത്ത് വെച്ചുകൊണ്ട് വിജയിച്ചു. എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ സ്വന്തം മൈതാനത്ത് ഇവർ പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ മുംബൈ ഇന്ത്യൻസിനെതിരെ എവേ മത്സരത്തിൽ വിജയിക്കാൻ RCBക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഇന്ന് ഒരു മത്സരം RCB കളിക്കുന്നുണ്ട്. പിന്നീട് രാജസ്ഥാൻ റോയൽസ്, പഞ്ചാബ് കിങ്സ്, വീണ്ടും പഞ്ചാബ് കിങ്സ്, പിന്നീട് രാജസ്ഥാൻ റോയൽസ്, ഡൽഹി ക്യാപിറ്റൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, ലക്നൗ സൂപ്പർ ജയൻസ്, SRH, KKR എന്നിങ്ങനെയാണ് RCBയുടെ അടുത്ത മത്സരങ്ങളിലെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.